ആർട്ടിക്കിൾ 61 നമ്മുടെ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ പറ്റിയിട്ട് പറയുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇംപീച്ച്മെന്റ് പ്രോസസ്സ്? നമ്മുടെ രാഷ്ട്രപതിക്ക് ഒരു 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് കൊടുത്തിരിക്കണം. അതിനുശേഷം നമ്മുടെ പാർലമെന്റിന്റെ ഇരുസഭകളിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം നമുക്ക് അവതരിപ്പിക്കാം. ഓക്കെ, ആദ്യം നോട്ടീസ് കൊടുക്കുക, 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാർലമെന്റിന്റെ ഇരുസഭകളിൽ ഏത് സഭയിൽ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം. അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സഭയുടെ 4/1 അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. ഇനി ആ ഒരു പ്രമേയം ആ ഒരു സഭയിൽ പാസ്സാവണമെന്നുണ്ടെങ്കിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു സഭയിൽ പാസ്സായെന്നിരിക്കട്ടെ, ആ ഒരു സഭയിൽ പാസ്സായതിനു ശേഷം അടുത്ത സഭയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഈ ഇംപീച്ച്മെന്റ് പ്രമേയം കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ സഭയിലും എന്ത് ചെയ്യണം? 3/2 അംഗസംഖ്യയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ 3/2 ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? ആ ഒരു പ്രമേയം പാസ്സാവണം. അങ്ങനെ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് രാഷ്ട്രപതിയെ തൽക്ഷണം എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു അധികാര സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സാണ്. വേണമെങ്കിൽ ചോദിക്കാം, ഇത് എന്ത് തരത്തിലുള്ള പ്രോസസ്സാണ്? ഇതൊരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സാണ്. നമ്മുടെ ഇംപീച്ച്മെന്റിൽ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിൽ നമ്മുടെ പാർലമെന്റിലേക്ക് എന്ത് ചെയ്ത നോമിനേറ്റ് ചെയ്യപ്പെട്ട, പാർലമെന്റിന്റെ ഇരുസഭകളിലേക്കും നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾക്കും പങ്കെടുക്കാവുന്നതാണ്.